അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് പ്രകമ്പനം എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ. ഞാൻ ആ മൂവി ഇപ്പോൾ കണ്ടു. ആ മൂവി ഇപ്പോൾ കണ്ടത് വെച്ചിട്ട് ആ മൂവിയും പിന്നെ ഇപ്പോൾ ട്രെയിലറിന് നമുക്കൊന്ന് കാണാം. അപ്പം അത് തമ്മിലുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നവരസ ഫിലിംസ്, അത് നമ്മുടെ കാർത്തിക് സുബ്രാജിൻ്റെ പടം. ഐ മീൻ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയല്ലേ നവരസ ഫിലിംസ്. അത് നോക്കാം. ഡിപ്രഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ 3 പേരും 14 ദിവസം അകത്ത് കിടന്നായിരുന്നു. കുറച്ച് മറ്റേ ഹോസ്റ്റൽ ലൈഫും അങ്ങനത്തെ ക്ലബ് എന്താണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. പഴയ നോക്കാം. ആള് തുമ്മാൻ പോകുന്നു, എല്ലാവരും എണീറ്റ് നോക്കും. അല്ല, ഇപ്പം ട്രെയിലർ കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. നിങ്ങൾക്ക് വേറെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഞാനിപ്പം നോക്കിയപ്പോൾ ആള് ഇങ്ങനെ തുമ്മാൻ പോകുന്നു, എല്ലാവരും ഇങ്ങനെ നെറ്റി നോക്കുന്നു. നമ്മുടെ അമ്മയും പ്രാർത്ഥന പുള്ളി നേരത്തെ ട്രെയിനിൻ്റെ സമയത്താണ് ശരി പുള്ളി എന്തോ അവിടെ പോയിട്ട് പറഞ്ഞിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പറഞ്ഞു കൊടുത്തു. കുറച്ച് ഹൊറർ എലമെൻസും ഉണ്ട്, പിന്നെ കോമഡീസും ഉണ്ട്. നോക്കട്ടെ എന്തോ ആൾ അറിയാൻ പോകുന്നുണ്ട്. പ്രകമ്പനം. പ്രകമ്പനം അപ്പോൾ കുറച്ച് തീപ്പിടിയും പരിപാടിയൊക്കെ നമ്മൾ കണ്ടു. ബാക്കി നടന്നു. അടി, ഇടി, ജനുവരി 30 സിനിമ. അപ്പം ജനുവരി 30 സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ട്രെയിലർ നമ്മൾ കണ്ടത് വെച്ചിട്ട് എന്താണ്, ഒരു തമാശ ഉണ്ട്, കോമഡീസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഒരു പിന്നെന്താണ് പിന്നെ ആൾ എന്തോ തുമ്മുന്നതിനെ ബേസ് ചെയ്ത് എന്തോ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ അത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. അപ്പം അപ്പോൾ ഈ ട്രെയിലർ ഇപ്പം ഇത്രയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കോമഡീസും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മറ്റേ മെഴുകുതിരിയൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ട് എന്തോ ഒരു കുറച്ച് പേടിപ്പിക്കുന്നതിൻ്റെ ഇതുണ്ട്. ആക്ച്വലി മൂവി ഹൊറർ പ്ലസ് കോമഡി ക്ലബ്ബാണ്.
ട്രെയിലർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബാണ് മനസ്സിലാവുന്നത്. തമാശയുണ്ട്, വേറെ എന്തോ പുറത്തെന്തോ ഒരു ഹിഡൻ ആയിട്ട് സംഭവമുണ്ട്. കുറച്ച് ലാസ്റ്റിലോട്ട് വരുന്നതനുസരിച്ച് എന്തോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടായിരുന്നു. അപ്പം സിനിമ കണ്ടതും ഇപ്പം ട്രെയിലർ കണ്ടതും വെച്ചിട്ട് കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ട് അത് മറ്റൊന്നല്ല. ഇതിലിപ്പോൾ പറയുന്നത് എല്ലാം എൻ്റെ തന്നെ ഒപ്പീനിയൻസാണ്. എല്ലാവർക്കും മറ്റുള്ളവർക്കും ഈ ഒപ്പീനിയൻസ് ആയിരിക്കണം ഒരു നിർബന്ധമില്ല. ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ മൂവി കണ്ടത് വെച്ചിട്ട് ആദ്യത്തെ കുറച്ച് ഒരു 15 to 20 മിനിറ്റ്സിനടുത്ത് ഒരു ചെറിയൊരു സ്ലോ പേസിൽ പോകുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. അതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ഫസ്റ്റ് ഹാഫ് എത്തുന്നിടം വരെ പിന്നെ പടം നൈസ് കോമഡിയൊക്കെ ആയിട്ട് എലിവേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. നമുക്കറിയാം ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഗണപതി, സാഗർ സൂര്യ, അമീൻ, പിന്നെ മല്ലിക, സുകുമാരൻ, അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് കണ്ടു. ഇതിൽ വിട്ടുപോയിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, പെട്ടെന്ന് ഓർമ്മ ഇത്തരം പേരാണ്. അപ്പം ഇതിൽ നമ്മളത് ഈ ട്രെയിലറിലും നമ്മൾ ഈ 3 പേരാണല്ലോ കണ്ടത്. സാഗർ സൂര്യ, അമീൻ, പിന്നെ ഗണപതി. അപ്പം ഇതിൽ എനിക്കൊന്ന് അമീൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതെന്ന് നോട്ട് ഷുവർ. അമീൻ്റെ വേറെ മൂവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സാഗർ സൂര്യയുടെ കേസിലാണെങ്കിൽ നമുക്കറിയാം, സാഗർ സൂര്യ ഓൾറെഡി പണി എന്ന് പറയുന്ന മൂവി നൈസായിട്ട് അതിൻ്റെ അകത്തൊരു നൈസ് വില്ലൻ വേഷം വരുന്നു സാഗർ സൂര്യയുടെ. അത് അടിപൊളിയായിട്ട് ബ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണപതി, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഒട്ടുമിക്ക അടിപൊളി കുറേ സിനിമ ഗണപതിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനെ ഓരോരോ കാസ്റ്റും നല്ല അടിപൊളിയായിട്ടാണ് ആക്ച്വലി മൂവി ഓരോരോ ക്യാരക്ടേഴ്സ് അവരുടെ റോള് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് ഹാഫോടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ആദ്യത്തെ ഒരു സ്ലോ പേസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നല്ല തമാശയൊക്കെ ആഡ് ചെയ്ത് നല്ലൊരു വൈബിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇതൊരു സെക്കൻഡ് ഹാഫ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് പിന്നെ ഒരു റിയലിസ്റ്റിക് കോമഡി, പിന്നെ പടം വേറൊരു വൈബിലോട്ട് അങ്ങോട്ട് മാറുകയും പിന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സിനൊക്കെ എത്തുമ്പോഴത്തേന് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നത്. അതായത് ഓരോ ആക്ടേഴ്സും നല്ല അടിപൊളിയായിട്ടാണ് അവരുടെ റോൾ നല്ല കട്ടയ്ക്കാണ് ഓരോ ആക്ടേഴ്സും ആക്ട്രസും ചെയ്തിരിക്കുന്നത്. ഇതിൽ ശീതൽ ജോസഫ് ഇൻഫ്ലുവൻസറാണ്. ശീതൽ ജോസഫും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാട് സാറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയ റോള് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം വാഴ സിനിമയിലും കണ്ണൂർ സ്ക്വാഡിലൊക്കെ നല്ല അടിപൊളി വേഷമായിരുന്നു സാറ് ചെയ്തേക്കുന്നത്. അപ്പം അതേപോലെ ഒട്ടുമിക്ക കുറേ അടിപൊളി ആക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ ക്യാരക്ടേഴ്സ്, അതായത് ഓരോ ആക്ടേഴ്സിന് എടുത്തെടുത്ത് നമുക്ക് പറയാൻ പറ്റും. അതേപോലത്തെ രീതിയിലാണ് മൂവീസിലോ ഇവരുടെ ഓരോ ആൾക്കാർ അവരുടെ റോള് ചെയ്തേക്കുന്നത്. സോ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കതായത് നല്ല അതായത് നമ്മുടെ ഈ ട്രെയിലർ പോലെ തന്നെ അത്യാവശ്യം ട്രെയിലറിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കോമഡിയാണ് എന്നാൽ കുറച്ചൊരു എൻഗേജിങ് ആയിട്ടാണ് മൂവി കൊണ്ടുപോകുന്നത്. അപ്പം ഏതെങ്കിലും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്, നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുന്നത്. സോ എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരേക്കും നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറെ നല്ല നല്ല അപ്കമിങ് മൂവീസൊക്കെ വരുന്നില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ മൂവി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.